ഇത് JEE Advanced 2025 പേപ്പർ 1 പേപ്പർ 1ലെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഇത് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 1/x. ഇവർ പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ 2 - 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ സൈൻ. അത് നമ്മൾ ക്ലാസ്സിൽ എപ്പോഴും പറയുന്നതാണ് ഈ ടൈപ്പ് ഫംഗ്ഷൻ. എക്സ് ഇൻറ്റു സൈൻ എക്സ് റേസ് ടു പി ഇൻറ്റു സൈൻ 1/x. എക്സ് റേസ് ടു പി ഇൻറ്റു സൈൻ 1/x. അതിൽ പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുള്ള കുട്ടിക്ക് ഇത് കണ്ടാൽ തന്നെ ഇത് മനസ്സിലാവും, ഇത് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. സോ നോട്ട് ഡിഫറൻഷ്യബിൾ ഈസ് റോങ്. ആക്ച്വലി ഇത് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനാണ്. പിന്നെ ഇത് 2 - 2x സ്ക്വയർ ഇതൊരു പോളിനോമിയലാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ എപ്പോഴും കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഓപ്ഷൻസ് ഒന്നുകൂടെ നോക്കിക്കളാം. ദർ ഈസ് എ പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ സസ് ദാറ്റ് എഫ് ഈസ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ ഓൺ ദി ഇൻ്റർവെൽ 0, ഡെൽറ്റ. And for any positive real number delta, the function f is not an increasing function in the interval minus delta 0, and x equal to 0 is a point of local minima of f. ഇതിൽ f of 0യിലെ വാല്യൂ 2 ആണ്. 0യിലെ വാല്യൂ 2 ആണ്. അപ്പോൾ നമ്മൾ എൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കിയാൽ when you look at the derivative of this, അപ്പോൾ ഇത് ഡിഫറൻഷ്യബിൾ ആണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രൂഫിലേക്ക് പോകുന്നില്ല. ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ. അപ്പോൾ f dash x is equal to -4x minus x square into sin 1/x. x square into sin 1/xൻ്റെ ഡെറിവേറ്റീവ് cos 1/x into minus 1/x square വരും. x square കട്ടായി പോവും. ബാക്കി വരുന്നത് sin 1/x cos 1/x എന്ന് എഴുതും. Let us write it as directly cos 1/x minus 2x into sin 1/x. Okay, so minus x square into sin 1/x derivative is what? Cos 1/x into minus 1/x square. x square cancel ആയി. So minus 4x plus cos 1/x. ഇവിടെ cos 1/x എന്ന് പറയുന്നത് ഒരു it is an oscillating function അല്ലേ? cos 1/x എന്ന് പറയുന്നത് ഓസിലേറ്റീവ് ഫംഗ്ഷൻ ആണ്. ദിസ് ഈസ് ആൻ ഓസിലേറ്റീവ് ഫംഗ്ഷൻ cos 1/x. അപ്പോൾ ഈ cos 1/x എക്സിൻ്റെ ഈ 0യുടെ നെയ്ബർഹുഡിൽ 0 എടുത്താൽ 0യുടെ ഒരു ചെറിയ അതിൻ്റെ ഒരു നെയ്ബർഹുഡ് എടുക്കുകയാണെങ്കിൽ, ഇത് മൈനസ് ഡെൽറ്റ പ്ലസ് ഡെൽറ്റ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നെയ്ബർഹുഡിൽ എക്സിൻ്റെ വാല്യൂ വളരെ ചെറുതാകുമ്പോൾ 1/x എന്ന് പറയുന്നത് വളരെ വലുതാവും. വെൻ x tends to 0 from the left side or right side, 1/x becomes very large. അപ്പോൾ അങ്ങനെ വരുമ്പോൾ cos 1/x എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് ഓസിലേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. അത് ഓസിലേറ്റ് ചെയ്ത് വരും. എക്സിൻ്റെ നെയ്ബർഹുഡ് 0യുടെ നെയ്ബർഹുഡിൽ ഈ ഫംഗ്ഷൻ ഹൈലി ഓസിലേറ്റിംഗ് ആയിരിക്കും. ആ പെട്ടെന്ന് അത് മാക്സിമത്തിലും മിനിമത്തിലും വരും. അപ്പോൾ -4x പ്ലസ് cos 1/x അതുപോലെ ഇതും ഓസിലേറ്റീവ് ഫംഗ്ഷനാണ്. വെൻ x tends to 0 ആകുമ്പോൾ ദിസ് ഈസ് ഓൾമോസ്റ്റ് ഇത് tends to 0 നമുക്ക് എഴുതാമെങ്കിലും ഇത് ഓസിലേറ്റീവ് ഫംഗ്ഷനാണ്. അപ്പോൾ 0യുടെ നെയ്ബർഹുഡിൽ അത് ഹൈലി ഓസിലേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ അത് കഴിയുമ്പോൾ വാട്ടിൽ ഹാപ്പൻ അത് കഴിയുമ്പോൾ അതിങ്ങനെ ആ ഓസിലേറ്റിംഗ് നേച്ചർ ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ, ഇറ്റ് വിൽ ഗോസ് ലൈക്ക് ദിസ്. ആൻഡ് വെൻ x tends to infinity ഇറ്റ് ഗോസ് ടു -infinity. കാരണം എക്സിന് ഇൻഫിനിറ്റി കൊടുത്ത് നോക്കിയാൽ -2 into infinity square, ദാറ്റ് ഈസ് -infinity minus this also is what minus x into this will become x into sin 1/x by 1/x. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. x square എന്നുള്ളത് x into sin 1/x by 1/x എഴുതാം. when x tends to infinity, and this will be 1 x into 1, and when x tends to infinity, that is in -infinity that is infinity. Okay, that is equal to -infinity. അതുപോലെ തന്നെ when x tends to -infinity, when x tends to -infinity, then also you can see that we can prove that it goes to -infinity. അപ്പോൾ 0യുടെ നെയ്ബർഹുഡിൽ ഇത് ഹൈലി ഓസിലേറ്റിംഗ് ആയിരിക്കും. ആൻഡ് 0യിലെ വാല്യൂ അത് 2 ആയിരിക്കും. ആ 2 ഇസ് ദ മാക്സിമം വാല്യൂ. 2 എന്ന് പറയുന്നത് മാക്സിമമാണ്. ആ 2ൽ 2 ആണ് മാക്സിമമാണ്. അതിൽ 0യുടെ നെയ്ബർഹുഡിൽ ഇപ്പോൾ 0 to ഡെൽറ്റ എന്ന് പറഞ്ഞ ഒരു വാല്യൂ എടുത്ത് ഒരു ചെറിയ പോസിറ്റീവ് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ 0യുടെ നെയ്ബർഹുഡിൽ അത് ഹൈലി ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ആയിട്ട് വരും. അപ്പോൾ ഹൈലി ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് നമ്മൾ ആക്ച്വലി അങ്ങനെ ഒരു ടേം ഇല്ല. അത് നമുക്ക് ഇൻക്രീസിംഗ് എന്നും പറയാൻ പറ്റില്ല, ഡിക്രീസിംഗ് എന്നും പറയാൻ പറ്റില്ല. സോ ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഈസ് ദർ ഈസ് എ പോസിറ്റീവ് റിയൽ നമ്പർ ഡെൽറ്റ സസ് ദാറ്റ് എഫ് എക്സ് ഇസ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ. ദാറ്റ് ഈസ് റോങ്. കാരണം അത് ഇൻക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്ത് ഇങ്ങനെ വരികയാണ്. സോ ഇറ്റ് ഈസ് നൈദർ ഇൻക്രീസിംഗ് നോട്ട് ഡിക്രീസിംഗ് ആണ്.
So, it is a decreasing function, it is wrong, b is also wrong. And x equal to 0 is a point of local minima, that is also wrong because this is the maximum, this is the maximum value, this is the maximum value. So, 2 is the maximum value, therefore, minima is wrong, that is also wrong. Then, this should be correct. Why? Because for any positive real number delta, the function f is not an increasing function. In the interval minus delta 0, in the interval minus delta 0, it is not an increasing. So, this is the only possible solution to this question. Okay. And differentiability, the differentiable ആണ് continuous ആണെന്നുള്ള പ്രൂഫിലേക്ക് നമ്മൾ പോകുന്നില്ല because every student must know this type of function, it should be differentiable in the neighborhood of 0. Okay. So, that is the answer to this question. So, C is the answer to this question. Is actually വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇത് അറിയാവുന്ന കുട്ടിക്ക് അത് പെട്ടെന്ന് എഴുതാൻ പറ്റും, അല്ലാത്തവർക്ക് അത് ഒരുപാട് സമയമെടുത്ത് മനസ്സിലാക്കേണ്ടി വരും. സോ ദിസ് ഇസ് എ മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഐ വുഡ് ലൈക്ക് ടു റേറ്റ് ഇറ്റ്. ഓക്കെ, സോ വിൽ ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Now P is equal to 2 0 0 2 0 2 0 0 0 3 and let the transpose of x be denoted by x transpose the number of 3 by 3 invertible matrices. 3 by 3 invertible matrices Q such that with integer entries, the integer entries such that Q elements all integers ആയിരിക്കും. അതിലെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Q inverse equal to Q transpose and PQ is equal to QP ആണ്. So Q inverse equal to Q transpose, Q inverse equal to Q transpose പറയുമ്പോൾ what is Q into Q inverse? Q into Q inverse is equal to Q into Q transpose, Q into Q transpose, and Q into Q transpose is Q into Q inverse is what? That is equal to I. Therefore, Q into Q transpose is equal to I. So Q into Q transpose is equal to I. Okay. So Q in when you multiply with Q, Q into Q transpose is equal to I. Q എന്ന് പറയുന്ന മാട്രിക്സ് നമുക്ക് let us take it as Q is equal to A1 B1 C1 A2 B2 C2 A3 B3 C3. So what is Q into Q transpose? Q into Q transpose is equal to A1 B1 C1 A1 B1 C1 A2 B2 C2 A3 B3 C3 A1 B1 C1 A2 B2 C2 A3 B3 C3. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് then the number of invertible matrices Q, എത്ര ടൈപ്പ് ഓഫ് Q ഉണ്ടെന്ന് കണ്ടുപിടിക്കാം with integer entries ആണ്. Qൻ്റെ എലമെൻറ്റ്സ് എല്ലാം ഇൻറ്റീജേഴ്സ് ആയിരിക്കണം. ക്യൂവിലെ എലമെൻറ്റ്സ് A1 B1 C1 എല്ലാം ഇൻറ്റീജേഴ്സ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് so when you multiply this, what you get? We will get A1 square plus B1 square plus C1 square. Okay, and this is equal to what? 1 0 0 0 1 0 0 0 1. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ കണ്ടീഷൻ പി ക്യു ഈക്വൽ ടു ക്യൂ പി നമുക്ക് അപ്ലൈ ചെയ്യാം. സോ when we write പി ക്യു ഈക്വൽ ടു ക്യൂ പി, ഓക്കെ, വാട്ട് ഈസ് പി ഈസ് ഈക്വൽ ടു 2 0 0 2 0 0 0 2 0 0 0 3 into A1 B1 C1 A2 B2 C2 A3 B3 C3, and that is equal to Q into P, that is A1 B1 C1 A1 B1 C1 A2 B2 C2 A3 B3 C3 into 2 0 0 0 2 0 0 0 3. So when you multiply it, you will get 2A1, this is 2A1, then 2B1, then 2C1, okay, then 0 2A2, 2B2, 2C2, okay, then 0 0 3, that is 0 plus 0 3A3, 3B3 and 3C3. So this is equal to here what you get 2A1 and then 2B1, then 3C1, then 2A2, then 2B2, then 0 2B2, then 0 0, that is this is 3C2, okay, and this is 2A3, then 2B3, then 3C3. So when you equate both here, when you can see that when you equate it, 2A1 equal to A1, 2B1
2C1 equal to 3C1. 2C1 equal to 3C1 means C1 equal to 0 you will get. So C1 is equal to 0. Similarly 2A2, 2B2, 2C2 equal to 3C2. Therefore C2 is equal to 0. And 3A3, this is equal to 2A3. 3A3 equal to 2A3, therefore A3 equal to 0. 3B3 equal to 2B3, therefore B3 equal to 0. And 3C3 equal to 3C3. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് C1 0 ആയിരിക്കും. ഇവിടെ C1 എന്ന് പറയുന്നത് 0 ആയിരിക്കും. This is 0. Okay. So we can write QS. This is 0. ഇത് 0 ആയിരിക്കും. This is 0. This is 0. This is 0. So our Q will be like this. Q will be like this. We can write. Let me remove it. So you will get Q is equal to. So we will write Q equal to A1 B1 0, A2 B2 0, 0 0 C3, 0 0 C3, A1 B1 0, A2 B2 0, 0 0 C3. So that is what Q is equal to. Now now we take this condition. അതായത് നമ്മൾ ഈ വാല്യൂ ഉണ്ടല്ലോ, അതായത് this we'll write it as Q into Q transpose, Q into Q transpose, that is Q A1 B1 C1, this is Q into Q transpose, A1 B1 0, A2 B2 0 and 0 0 C3. A1 B1 0, A2 B2 0 and 0 0 C3. So that is equal to this. So when you multiply, this is Q into Q transpose. Q into Q transpose, that is equal to I. That is equal to I. Q into Q transpose is equal to I. So when you multiply it, A1 square plus B1 square, A1 square plus B1 square equal to 1. Equal to 1. And A1 A2 plus B1 B2, A1 A2 plus B1 B2 equal to 0. A1 A2 plus B1 B2 is equal to 0. And okay, next A1 A2 plus B1 B2 is equal to 0. A2 square plus B2 square, A2 square plus B2 square, that is equal to 1. Then again that is 0 and 0 0 0. So this is a condition. We get three conditions. A1 square plus B1 square is equal to 1, A2 square plus B2 square is equal to 1 and A1 A2 plus B1 B2 is equal to 0. So when you multiply it and equating on the right side, you will be getting like this. Now A1 square plus B1 square is equal to 1 എന്ന് പറയുമ്പോൾ, see integer entries ആണെങ്കിൽ A1 square plus B1 square, A1 square plus B1 square, let us take it as, when you consider this, A1 square plus B1 square is equal to 1. അപ്പോൾ നമുക്ക് A1 എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 1 ആണെങ്കിൽ that implies B1 0 ആയിരിക്കും. കാരണം A1 square 1 ആണെങ്കിൽ ഇത് 0 ആയിരിക്കും, B1 is equal to 0 ആയിരിക്കും. അപ്പോൾ B1 0 ആവുമ്പോൾ what do you get? B1 0 ആവുമ്പോൾ A1 A2 0 ആവും, A1 A2 0 ആവും. ഓക്കെ, B1 0 ആകുമ്പോൾ A1 A2 0 ആവും. അതിൽ A1 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 1 ആണ്, therefore A2 equal to 0 ആയിരിക്കും. therefore A2 equal to 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കണ്ടീഷൻ കിട്ടിയത് A1 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കും, B1 എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും ആൻഡ് A2 0 ആയിരിക്കും. അപ്പോൾ A1 പ്ലസ്, അപ്പോൾ നമുക്ക് ആ മാട്രിക്സ് ഇങ്ങനെ കിട്ടും. A1 ഈസ് പ്ലസ് ഓർ മൈനസ് 1, B1 ഈസ് 0, ദിസ് ഈസ് 0 ആൻഡ് A2 ഈസ് 0, A2 0. A2 0 ആകുമ്പോൾ when you get A2 equal to 0, A2 equal to 0, B2 square is 1, so B2 equal to plus or minus 1. അപ്പോൾ ഇവിടെ പ്ലസ് ഓർ മൈനസ് 1 വരും. പിന്നെ ഇത് 0 0 0 C3. C3 square 1 ആണ്. C3 square equal to 1 ആണ്. because C3 into C3 square is 1 ആണ്. അപ്പോൾ C3യുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കും. ദിസ് ഈസ് പ്ലസ് ഓർ മൈനസ് 1. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ ഇത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും, ബിക്കോസ് ഇൻവേർട്ടബിൾ മാട്രിക്സ് ആയിരിക്കണം. ഇൻവേർട്ടബിൾ എന്ന് പറയുമ്പോൾ അത് ഡിറ്റർമിനൻ്റ് ഓഫ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ് ഇവിടെ, ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇവിടെ ഈ സി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആണ്. സിയുടെ വാല്യൂ ഇതായിട്ട് ബന്ധപ്പെടുന്നില്ല, സി ഇൻഡിപെൻഡൻ്റ് ആണ്. A1 B1 A2 അത് ലിങ്ക്ഡ് ആണ്. A1ൻ്റെ വാല്യൂ അനുസരിച്ച് B1ൻ്റെ വാല്യൂ വരും, B1ൻ്റെ വാല്യൂ അനുസരിച്ച് A2ൻ്റെ വാല്യൂ വരും.
ഇനി നമുക്ക് A1 പ്ലസ് ഇത് കേസ് 1 ആണ്. ഇത് കേസ് 2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? A1 0 ആണെങ്കിൽ B1 പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കും. B1 പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കും. അപ്പോൾ B1 പ്ലസ് ഓർ മൈനസ് 1 ആണെങ്കിൽ B2 0 ആയിരിക്കും. B2 0. കാരണം എന്താ? A1 0 ആണ്. A1 0 ആകുമ്പോൾ പിന്നെ ഇത് 0 ആയിപ്പോയി. B1 പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കും. B1 പ്ലസ് ഓർ മൈനസ് 1 ആകുമ്പോൾ B2 0 ആയേ പറ്റുള്ളൂ, എങ്കിലേ ഇത് 0 വരുള്ളൂ. അപ്പോൾ B2 ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ അവിടെ വരുന്ന മാട്രിക്സ് എങ്ങനെയാണ്? A1 0 ആണ്, B1 പ്ലസ് ഓർ മൈനസ് 1 ആണ്, ദിസ് ഇസ് 0. അപ്പോൾ B2 0 ആകുമ്പോൾ A2 എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കും. ദിസ് ഈസ് പ്ലസ് ഓർ മൈനസ് 1, ദിസ് ഈസ് 0 0 0 0 പ്ലസ് ഓർ മൈനസ് 1. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെയുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, അതായത് ഇത് A1 പ്ലസ് ഓർ മൈനസ് 1 ആണെങ്കിൽ B1 0 ആയിരിക്കും, A2 0 ആയിരിക്കും, B2 പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ 2 ചാൻസ് ഉണ്ട്. ഇവിടെ 1 ചാൻസ്, ഇവിടെ 1 ഇവിടെ 2. ഇതൊരു കേസ്. അപ്പോൾ എത്ര വരും? 4 വരും. അതേപോലെ തന്നെ ഇവിടെയും 4 കേസ് വരും. 4 പ്ലസ് 4 ദാറ്റ് ഈസ് 8 ഇൻറ്റു C1 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 1 വരും. അപ്പോൾ C1 2 കേസ് വരും. അപ്പോൾ 8 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 16. കാരണം C1 എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആണ്, അത് ബന്ധമില്ല. A1 B1 A2 B2 ലിങ്ക്ഡ് ആണ്. അപ്പോൾ അത് ഇത്ര വരും. കാരണം ഇത് A1 B1 A2 B2. A1 എന്ന് പറഞ്ഞാൽ 2 കേസ് വരും, പ്ലസ് ഓർ മൈനസ് 1. B1 ഒറ്റ കേസേ ഉള്ളൂ, 0 എന്ന് പറഞ്ഞ ഒറ്റ കേസേ ഉള്ളൂ. A2 0 എന്ന് പറഞ്ഞ ഒറ്റ കേസേ ഉള്ളൂ, A2 ഈക്വൽ ടു 0. ആൻഡ് B2 എന്ന് പറയുന്നത് 2 കേസ് വരും അല്ലേ. B2 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1, 2 കേസ്. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 2 ദാറ്റ് ഈസ് 4, 4 കേസ്. അപ്പോൾ അതുപോലെ ഇവിടെയും 4 കേസ് വരും. ഇൻറ്റു സിക്ക് പ്ലസ് 1 വരാം, മൈനസ് 1 വരാം. അപ്പോൾ 4 4 8 സിക്ക് പ്ലസ് 1 വരുമ്പോൾ 8 കേസ്, മൈനസ് 1 വരുമ്പോൾ 8 കേസ്, 8 പ്ലസ് 8 ടോട്ടൽ 16 കേസസ്. സോ ആൻസർ ടു അവർ ക്വസ്റ്റൻ ഈസ് ഓപ്ഷൻ സി ഈസ് ദി ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. ആക്ച്വലി അത് വളരെ പെർമിറ്റേഷനുമായിട്ട് ലിങ്ക് ചെയ്തുള്ള ക്വസ്റ്റൻ ആണ്, സിമ്പിളാണ്. ആക്ച്വലി ഇറ്റ്സ് ആൻ ഈസി ടു മോഡറേറ്റ് ലെവലാണ്. ദിസ് ഈസ് ഈസി ടു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റൻ ആണ്. ഐ വുഡ് ലൈക്ക് ടു റേറ്റ് ഇറ്റ് ലൈക്ക് ഈസി ടു മോഡറേറ്റ്. ഓക്കെ, താങ്ക് യു.